നാം പല സ്വപ്നങ്ങളും കാണാറുണ്ട്. ചില സ്വപ്നങ്ങൾ നമുക്ക് സന്തോഷം പകരുന്നതാണെങ്കിൽ മറ്റു സ്വപ്നങ്ങൾ നമ്മെ ഭീതിപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ റഅ അഹദുക്കും അർറുയ യുഹിബ്ബുഹ, നിങ്ങളിൽ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കാണുകയാണെങ്കിൽ ഫഇന്നമാ ഹിയ മിനല്ലാഹി തആല, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് അവൻ മനസ്സിലാക്കുകയും ഫൽയഹ്മദില്ലാഹ തആല അലൈഹ, അതിൻ്റെ പേരിൽ അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയും ഫൽയുഹദ്ദിസ് ബിഹ, ആ സ്വപ്നം മറ്റുള്ളവരുമായി അവന് പങ്കുവെക്കുകയും ചെയ്യാം. എന്നാൽ വഇദാ റഅ ഗൈറ ദാലിക മിമ്മാ യക്റഹ്, ഇതല്ലാത്ത തനിക്ക് അനിഷ്ടകരമായ, താൻ ഇഷ്ടപ്പെടാത്ത, വെറുക്കുന്ന സ്വപ്നമാണ് കണ്ടത് എങ്കിൽ ഫഇന്നമാ ഹിയ മിനശ്ശൈത്താൻ, അത് ഷൈത്താൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, പൈശാചികമാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഫൽയസ്തഇദ് മിൻ ശർരിഹ, അതിനാലുണ്ടാവുന്ന വിപത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടണം, അഭയം തേടുകയും വേണം. വലാ യദ്കുർഹ ലി അഹദിൻ, ആരോടും ആ സ്വപ്നം അവൻ പങ്കുവെക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഫഇന്നഹാ ലാ തദുറുഹു, അതുമൂലമുണ്ടാകുന്ന വിപത്ത് അവരെ ബാധിക്കുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ റഅ അഹദുകും റുയ യക്റഹുഹ, അനിഷ്ടകരമായ സ്വപ്നം നിങ്ങളിൽ ആരെങ്കിലും കണ്ടാൽ ഫൽയബ്സുഖ് അൻ യസാരിഹി സലാസ, 3 പ്രാവശ്യം ഇടതുഭാഗത്തേക്ക് തുപ്പണം. വൽയസ്തഇദ് ബില്ലാഹി മിനശ്ശൈത്താൻ, പിശാചിനെ തൊട്ട് അള്ളാഹുവിനോട് സലാസൻ 3 പ്രാവശ്യം കാവലിനെ ചോദിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് 3 പ്രാവശ്യം, ഓരോ പ്രാവശ്യം തുപ്പുമ്പോഴും 3 പ്രാവശ്യമായിട്ട് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊണ്ട് ആ സ്വപ്ന